വെൽക്കം ടു കെം സ്ക്വയർ. നമുക്കിന്ന് ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന യൂണിറ്റ് ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെറ്റീരിയൽ ബാലൻസ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫീഡ് ടു എ കണ്ടിന്യൂസ് ഫ്രാക്ഷനേറ്റിംഗ് കോളം കണ്ടെയ്ൻ 28% ബെൻസീൻ ആൻഡ് 72% ടൊളുയിൻ ബൈ വെയ്റ്റ്. The distillate contain 52% benzene and the bottom product contain 5% benzene. Calculate the amount of distillate and bottom products produced per 1000 kg feed per hour. ഇതാണ് ക്വസ്റ്റ്യൻ പ്രകാരം ഒരു മിക്സ്ചറാണ്, ബെൻസീൻ്റെയും ടൊളുവിൻ്റെ ഒരു മിക്സ്ചറാണ്. നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്യാണ്. സാധാരണ ഡിസ്റ്റിലേഷൻ കോളത്തിൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ ഫീഡ് നമ്മൾ കൊടുത്താൽ നമുക്ക് 2 പാർട്ട് കിട്ടും, ഡിസ്റ്റിലേറ്റും കിട്ടും, ബോട്ടം പ്രോഡക്റ്റും കിട്ടും. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ, ഡിസ്റ്റിലേറ്റിൻ്റെയും ബോട്ടം പ്രോഡക്റ്റിൻ്റെയും എമൗണ്ട് എത്രയാണ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. നമുക്കിതിൻ്റെ ആൻസറിലേക്ക് പോവാം. ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ എന്ത് മനസ്സിലാക്കണം, ഇതിൻ്റെ മെറ്റീരിയൽ ബാലൻസ് ബ്ലോക്ക് ഡയഗ്രാം വരക്കേണ്ടതായിട്ടുണ്ട്. മെറ്റീരിയൽ ബാലൻസ് ബ്ലോക്ക് ഡയഗ്രാം ഒരു ഡിസ്റ്റിലേഷൻ കുളത്തിൻ്റെ കേസിൽ ഫീഡ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഡിസ്റ്റിലേറ്റും കിട്ടും, ബോട്ടം പ്രോഡക്റ്റും കിട്ടും. ഇനി നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റാസ് ഓരോന്നും എഴുതാം. തന്നിരിക്കുന്ന ഡാറ്റാസ്, ഫീഡ് എന്ന് പറയുന്നത് 1000 kg/h ആണ്, ക്വസ്റ്റ്യനിലുണ്ട്. ഡിസ്റ്റിലേറ്റ് എത്രയാണെന്ന് നമുക്കറിയത്തില്ല, അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അത് D kg/h എന്ന് കൊടുത്തിട്ടുണ്ട്. ബോട്ടം പ്രോഡക്റ്റ് നമുക്കറിയത്തില്ല, അത് B kg/h എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാസ് ഫ്രാക്ഷൻ ബെൻസീൻ്റെ കേസിൽ നോക്കാം. XF ഫീഡിനകത്ത് എത്രയാണ് ബെൻസീൻ, 28%. അപ്പോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.28. ഇനി ഡിസ്റ്റിലേറ്റിനകത്തുള്ള ബെൻസീൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് സാധാരണ 52% ആണുള്ളത്, അത് ഫ്രാക്ഷനിലേക്ക് മാറ്റുമ്പോൾ 0.52. ഇനി ബോട്ടം പ്രോഡക്റ്റിനകത്ത് ബെൻസീൻ്റെ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ അത് 5/100 ആകുമ്പോൾ എന്ത് കിട്ടും, അതിൻ്റെ ഫ്രാക്ഷൻ കിട്ടും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഏതെങ്കിലും ഒരു കീ കമ്പോണൻ്റ് ആയിട്ട് എടുക്കാം. അത് ടൊളുവീനാണെങ്കിൽ ടൊളുവീൻ എടുക്കാം, ബെൻസീൻ ആണെങ്കിൽ അങ്ങനെ. ബെൻസീൻ എടുക്കുകയാണെങ്കിൽ ബെൻസീൻ്റെത് എല്ലാ ഭാഗത്തും എത്രയുണ്ട് എന്ന് നമ്മൾ നോക്കുക. ഇനി മെറ്റീരിയൽ ബാലൻസിലേക്ക് പോവാം. F = D+B അല്ലേ. ഫീഡ് നമ്മൾ കൊടുക്കുമ്പോൾ ഡിസ്റ്റിലേറ്റും കിട്ടും, ബോട്ടം പ്രോഡക്റ്റും കിട്ടും. ഫീഡ് എത്രയാണ്, 1000 ആണ്. 1000 = D+B. ഇനി കമ്പോണൻറ്റ് ബാലൻസ് ആണ്. കമ്പോണൻറ്റ് ബാലൻസിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിവിടെ കീ കമ്പോണൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ബെൻസീനാണ്. നമുക്ക് ടൊളുവീനും എടുക്കാം, ടൊളുവീൻ എടുക്കുകയാണെങ്കിൽ വാല്യൂസ് മാറും. നമ്മളിവിടെ കീ കമ്പോണൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് ബെൻസീനാണ്. അപ്പം കമ്പോണൻറ്റ് ബാലൻസിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതാം. FXF = DXD + BXB. ഫീഡ് എത്രയാണ്, 1000 ആണ്. XF എന്ന് പറഞ്ഞാൽ ഫീഡിനകത്തുള്ള ബെൻസീൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്, 0.28. ഡിസ്റ്റിലേറ്റ് നമുക്കറിയത്തില്ല, D ഇട്ട്. XD എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിലേറ്റിനകത്തുള്ള ബെൻസീനിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്, 0.52. B നമുക്കറിയത്തില്ല, അത് അതേപോലെ വെച്ച്. അതിനുശേഷം XB എന്ന് പറഞ്ഞാൽ എന്താ, 5% ആയിരുന്നു, അത് ഫ്രാക്ഷൻ ആക്കുമ്പോൾ 0.05. നമ്മളതൊന്ന് ഷോർട്ട് ആക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 280 = 0.52D + 0.05B കിട്ടും. ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. നമുക്കൊരു കാര്യം അറിയാം, 1000 = D+B എന്നുള്ളൊരു ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ B എത്രയായിരിക്കും, B = 1000 - D. അത് നമ്മളവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ബിയുടെ സ്ഥാനത്ത് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 280 = 0.52D + 0.05 × 1000 - D. അപ്പോൾ നമുക്ക് D മാത്രമാണ് ഇവിടെ ഒരു വാല്യൂ ആയിട്ട്, ഒരു അൺനോൺ വാല്യൂ ആയിട്ട് ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഇത് ഷോർട്ട് ചെയ്യുന്ന സമയത്ത് D എത്രയാണെന്ന് കിട്ടും. ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും, D 489.36 kg/h എന്ന് കിട്ടും. D കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം B കാണാൻ പറ്റും. എന്താണ്, നമുക്കറിയാം B എന്ന് പറഞ്ഞാൽ 1000 - D ആണ്. അപ്പോൾ D നമുക്കറിയാം എത്രയാണ്, 489.36. 1000 - 489.36 എത്ര കിട്ടും, 510.64 kg/h കിട്ടും. അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ്, ഡിസ്റ്റിലേറ്റ് എന്ന് പറഞ്ഞാൽ 489.36 kg/h ആണ്. ബോട്ടം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 510.64 kg/h ആണ്. ഓക്കെ, താങ്ക് യു.